ഉണക്കമുളക് ചതച്ചതും പെപ്പർ പൗഡർ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ചെറുതായിട്ട് നമ്മുടെ കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉണക്കമുളക് ചതച്ചതും കുരുമുളക് പൊടിയും ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഇതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ചതച്ച മുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സോസുകളെല്ലാം ചേർത്ത് കൊടുക്കാം. സോയാ സോസ് ചേർത്ത് കൊടുത്തു. ഇനി ടൊമാറ്റോ സോസും റെഡ് ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. റെഡ് ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുത്തു. ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഞാനിതവിടെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഈ ഒരു കപ്പളവിൽ ഈ സൈസിലാണ് ഞാൻ കപ്പ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി ഈ ഒരു കപ്പളവിൽ ഒരു അര കപ്പ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിത് അത്രേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതിന്റെ പകുതിയെ ഞാൻ എടുത്തിരുന്നതിന്റെ പകുതി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വെള്ളം വറ്റുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ലോലിപോപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വെള്ളം ഒന്ന് വറ്റി വരട്ടെ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളിതിന് വെള്ളം വറ്റാനായിട്ട് നോക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അടിപ്പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞത് നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ ലോലിപോപ്പ് ഓരോന്നോരോന്നായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മുടെ ആ സോസും ഈ ചിക്കനും എല്ലാം കൂടെ യോജിച്ച് വരുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം കൂടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ടുള്ളത്. ഫ്ലെയിം സിമ്മിൽ വെച്ച ശേഷം നമുക്കിതൊന്ന് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഫ്ലെയിം സിമ്മിൽ വേണം കേട്ടോ വെക്കാനായിട്ട്. അല്ലെങ്കിൽ അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിത് എപ്പോഴും ഗ്യാസ് ഫ്ലെയിം സിമ്മിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. 10 മിനിറ്റിന് ശേഷം നമുക്കിത് ഒന്ന് തുറന്ന് നോക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് ഇതവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടി പിടിക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് എല്ലാം ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് ഇട്ട് കൊടുക്കാം. ഇനി സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില മാത്രം കൊറിയാണ്ടർ ലീവ്സ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനത് സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ചിക്കൻ ലോലിപോപ്പ് ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. നോൺ വെജ് സ്റ്റാർട്ടർ ആണ് കേട്ടോ ഇത്. ഈ റെസിപ്പി സ്റ്റാർട്ടറായിട്ടും നമുക്കിത് യൂസ് ചെയ്യാം. അതേപോലെ കഴിക്കാനായിട്ട് പറ്റും. സ്റ്റാർട്ടറായിട്ടും കഴിക്കാനായിട്ട് പറ്റും. അതേപോലെ വീറ്റ് പൊറോട്ട, കേരള പൊറോട്ട, ചപ്പാത്തി, പൂരി, അതേപോലെ പ്ലെയിൻ റൈസ്, പ്ലെയിൻ ബിരിയാണി റൈസ്, ഗീ റൈസ് എല്ലാത്തിനും കൂടെ നമുക്ക് നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇത് സ്റ്റാർട്ടറായിട്ട് വേണമെങ്കിൽ നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ ലോലിപോപ്പ്, റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ലോലിപോപ്പ് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്കിതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ.
നല്ല ചൂടുണ്ട് കേട്ടോ ഇത്. നല്ല മണവുമുണ്ട്, നല്ല ചൂടും ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ചിക്കൻ ലോലിപോപ്പ്. അങ്ങനെ നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട് കേട്ടോ നമ്മുടെ ഈ ചിക്കൻ ലോലിപോപ്പ്, റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ചിക്കൻ ലോലിപോപ്പ്. എല്ലാവർക്കും ഞങ്ങളുടെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ. അതേപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ റെസിപ്പികളെല്ലാം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുതേ. നമുക്ക് ഈ ചിക്കൻ ലോലിപോപ്പ് സ്റ്റാർട്ടറായിട്ടും അതേപോലെ തന്നെ ഗീ റൈസിനും പ്ലെയിൻ ബിരിയാണി റൈസിനും കേരള പൊറോട്ട, വീറ്റ് പൊറോട്ട, ചപ്പാത്തി, പൂരി അങ്ങനെയുള്ളതിനൊക്കെ സൈഡ് ഡിഷായിട്ടും നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കമൻറ്റായി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ചിക്കൻ ലോലിപോപ്പ് റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. ടാറ്റ. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ലോലിപോപ്പ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ.